എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പുരോഹിതന്മാർ, മൂപ്പന്മാർ, പരീശന്മാർ, ദേവാലയത്തിൽ ഒത്തുകൂടിയ മറ്റുള്ളവർ എന്നിവരുമായി നടത്തിയ സംഭാഷണം തുടരുന്നതും ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി യഹൂദ മത നേതാക്കൾ ദൈവത്തെ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് തെളിയിക്കുന്ന മൂന്നാമത്തെ ഉപമ കർത്താവ് അവതരിപ്പിക്കുന്നതായും കാണുന്നു. കർത്താവ് പറഞ്ഞ ആദ്യത്തെ ഉപമ 2 പുത്രന്മാരുടെ ഉപമയായിരുന്നുവെന്നും രണ്ടാമത്തെ ഉപമ മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരുടെ ഉപമയായിരുന്നുവെന്നും കഴിഞ്ഞ അധ്യായത്തിൽ നാം വായിച്ചു. 22 അധ്യായത്തിൽ കർത്താവ് പറയുന്ന മൂന്നാമത്തെ ഉപമ വിവാഹ വിരുന്നിന്റെ ഉപമ എന്നറിയപ്പെടുന്നു. തന്റെ പുത്രനായ മിശിഹായെ സ്വീകരിക്കാനുള്ള ദൈവത്തിന്റെ ആഹ്വാനം ഇസ്രായേൽ എങ്ങനെ നിരസിച്ചുവെന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് കർത്താവിന്റെ മൂന്നാമത്തെ ഈ ഉപമ. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ യേശു കർത്താവ് തന്റെ ഉപമയിൽ സ്വർഗരാജ്യത്തെ ഒരു രാജാവ് തന്റെ മകന് വേണ്ടി ഒരുക്കിയ ഒരു വിവാഹ വിരുന്നിനോട് താരതമ്യം ചെയ്യുന്നു. രാജാവ് ക്ഷണിച്ചവരുടെ അടുക്കൽ വരുവാൻ പറയേണ്ടതിന് ദാസന്മാരെ അയച്ചു. പക്ഷെ അവർ വരുവാൻ കൂട്ടാക്കിയില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ അത്താഴം ഒരുക്കി തീർത്തു, എന്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണ സദ്യയ്ക്ക് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അത് കൂട്ടാക്കാതെ ഒരാൾ തന്റെ വയലിലേക്കും മറ്റൊരാൾ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. മറ്റു ചിലർ സന്തോഷകരമായ ഈ സന്ദേശം കൊണ്ടുവന്ന രാജാവിന്റെ ദാസന്മാരോട് മോശമായി പെരുമാറുകയും കൊന്നുകളയുകയും ചെയ്തു. ക്ഷണിക്കപ്പെട്ടവരുടെ പ്രതികരണത്തിൽ കോപാകുലനായ രാജാവ് തന്റെ ദാസന്മാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ തന്റെ സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. പിന്നെ ആ രാജാവ് തന്റെ ദാസന്മാരോട് പറഞ്ഞത്, വിരുന്ന് തയ്യാറാണ്, പക്ഷേ ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരല്ല. അതിനാൽ പട്ടണത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളിൽ പോയി കാണുന്നവരെ എല്ലാം വിരുന്നിന് ക്ഷണിക്കുവിൻ എന്നാണ്. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നിനിടെ രാജാവ് അതിഥികളെ നോക്കാൻ അകത്തു വന്നപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ രാജാവ് ശ്രദ്ധിച്ചു. വിവാഹവസ്ത്രമില്ലാതെ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യന് ഉത്തരമില്ലായിരുന്നു. ഉടനെ രാജാവ് ദാസന്മാരോട്, ഇവനെ കൈയും കാലും കെട്ടി പുറത്തെ ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. തുടർന്ന് യേശു വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന പ്രസ്താവനയോടെ ഈ ഉപമ അവസാനിപ്പിക്കുന്നു എന്ന് കാണുന്നു. സങ്കീർത്തനങ്ങൾ 78 അധ്യായം 2 വാക്യത്തിൽ ഞാൻ ഉപമ പ്രസ്താവിക്കാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു പലപ്പോഴും ഉപമകളിലൂടെ ആത്മീയ സത്യങ്ങൾ ഉപദേശിച്ചു എന്ന് ഇവിടെ ഒരിക്കൽ കൂടി കാണുന്നു. ഈ ഉപമയിലെ രാജാവ് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വിവാഹിതനാകുന്ന പുത്രൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. കൂടാതെ കല്യാണ സദ്യ ദൈവരാജ്യത്തെയും നിത്യജീവനെയും സൂചിപ്പിക്കുന്നു. കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു എന്നത് കുരിശിൽ നിത്യജീവന്റെ ആധാരമായിരിക്കുന്ന രക്ഷാകര പ്രവൃത്തിയായ മഹായാഗത്തെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സ്വന്തം പുത്രനൊപ്പമുള്ള നിത്യസന്തോഷത്തിലേക്ക് സുവിശേഷത്താൽ വിളിച്ചിരിക്കുന്നു എന്നതാണ് വിവാഹക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജാവ് തന്റെ ദാസന്മാരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ വരാൻ തയ്യാറാകുന്നില്ല എന്ന് കാണുന്നു. ഇത് ദൈവം പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെ വിളിച്ചതിനോട് അവർ കാണിച്ച അവഗണനയെ സൂചിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 65 അധ്യായം 2 വാക്യത്തിൽ സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു എന്ന് ഇസ്രായേലിലേക്ക് പ്രവാചകന്മാരെ അയച്ചതിനെക്കുറിച്ചും യഹൂദർ അവരെ നിരന്തരം തിരസ്കരിക്കുന്നതിനെക്കുറിച്ചും ദൈവം അരുളി ചെയ്യുന്നതായി നാം വായിക്കുന്നു. പിന്നീട് രാജാവ് കല്യാണ വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു, അതിന് വരണമെന്ന് പറയാൻ ദാസന്മാരെ വീണ്ടും അയക്കുന്നു. എന്നാൽ ചിലർ അതിനെ അവഗണിച്ച് സ്വന്തം നിലത്തിനും വ്യാപാരത്തിനും പോയി. ചിലർ ദാസന്മാരെ അപമാനിച്ച് കൊല്ലുകയും ചെയ്തു എന്നത് ഇസ്രായേൽ ജനത്തിന്റെ തുടർമാനമായ ഹൃദയകാഠിന്യത്തെയും ദൈവം അയച്ച പ്രവാചകന്മാരെയും പിന്നീട് സ്നാപയോഹന്നാനെയും ക്രിസ്തുയേശുവിനെയും അവർ തള്ളി പറഞ്ഞതിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 36 അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ചു, അവന്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തിയില്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു എന്നും നെഹമ്യാവിന്റെ പുസ്തകം 9 അധ്യായം 30 വാക്യത്തിൽ നീ ഏറിയ സംവത്സരം അവരോട് ക്ഷമിച്ചു, നിന്റെ ആത്മാവിനാൽ നിന്റെ പ്രവാചകന്മാർ മുഖാന്തരം അവരോട് സാക്ഷീകരിച്ചു, എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് നീ അവരെ ദേശത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നും
പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ദൈവവചനത്തോടുള്ള തിരസ്കാരവും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് എഴുതിയിരിക്കുന്നു. ദാസന്മാരെ കൊന്നവരെ രാജാവ് ശിക്ഷിക്കുന്നതും അവരുടെ പട്ടണം ചുട്ടുകളയുന്നതും ഇസ്രായേൽ ദേശത്തെ നശിപ്പിക്കുകയും ക്രിസ്തുവർഷം 70 റോമാക്കാർ യെരുശലേം സംഹരിക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പ്രവചിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. രാജാവ് അവന്റെ ദാസന്മാരോട് വഴിത്തലകളിൽ പോയി കണ്ടവരെ എല്ലാം കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറയുന്നത് യഹൂദന്മാർ യേശുവിനെ നിരസിച്ചപ്പോൾ സുവിശേഷം അപ്പോസ്തലന്മാരാൽ ജാതികളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ടതിനെയും ഇപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം എല്ലാവർക്കും തുറന്നിരിക്കുന്നു എന്നും ദുഷ്ടരും നല്ലവരും എല്ലാവരും ക്ഷണിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാൽ എല്ലാവർക്കും പാപമോചനം ഉണ്ടെന്നതും സൂചിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 46-47 വാക്യങ്ങളിൽ ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അപ്പോസ്തലരായ പൗലോസും ബർണബാസും സുവിശേഷം അപ്പാടെ നിരാകരിച്ച യഹൂദരോട് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-12 വാക്യങ്ങളിൽ വിവാഹ വിരുന്നിൽ ഒരാൾ കല്യാണ വസ്ത്രം ധരിച്ചിരുന്നില്ല എന്നും രാജാവ് അവനോട് ചോദിച്ചപ്പോൾ അവൻ മിണ്ടാതിരിക്കുന്നു എന്നും കാണുന്നു. കല്യാണ വസ്ത്രം ദൈവം വിശ്വസിക്കുന്നവരുടെ മേൽ കണക്കിടുന്ന ക്രിസ്തുവിന്റെ നീതിയെ സൂചിപ്പിക്കുന്നു. യേശയ്യാ പ്രവചനം 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു എന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവന്റെ മേൽ ക്രിസ്തുവിന്റെ നീതി കണക്കിടുന്നത് ഒരു വസ്ത്രം എന്ന പോലെ സൂചിപ്പിക്കുന്നു. ഇവിടെ കല്യാണ വസ്ത്രം ധരിക്കാത്ത വ്യക്തി എന്നത് ക്രിസ്തീയ കൂട്ടായ്മയിൽ ഭൗതികമായി ഉണ്ടെങ്കിലും യഥാർത്ഥ മാനസാന്തരവും രക്ഷാകരമായ സത്യവിശ്വാസവും ഇല്ലാത്തവരെ സൂചിപ്പിക്കുന്നു. രാജാവ് അവനെ പുറത്തേക്ക് തള്ളിവിടാൻ ഉത്തരവിടുന്നു എന്നത് വിശ്വാസമില്ലാത്തവരെ അന്ത്യവിധിയിൽ നിത്യശിക്ഷയ്ക്ക് വിധിക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് യേശു കർത്താവിൽ ആശ്രയിക്കാത്ത രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾക്ക് വരുവാനുള്ള നിത്യശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നതുകൊണ്ട് ദൈവം ഏവരെയും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നു എങ്കിലും യഥാർത്ഥമായി വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നവർ മാത്രമേ ആ രാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. സുവിശേഷത്താൽ വിളിക്കപ്പെട്ടവർ എല്ലാ മനുഷ്യരുമാണ് എന്ന നിലയിൽ എണ്ണത്തിൽ വളരെ ഏറെ ആയിരിക്കും എങ്കിലും ദൈവം തിരഞ്ഞെടുത്തവരും അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായവരുടെയും എണ്ണം താരതമ്യേന ചുരുക്കമാണെങ്കിലും ദൈവത്തോടൊപ്പമുള്ള നിത്യവാസം അവർ മാത്രമേ അനുഭവിക്കുകയുള്ളൂ എന്നും സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.